നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നോക്ക്, ഗോകുല് വിളിച്ചോ മോളെ? ഇല്ലമ്മ, ഇതുവരെ വിളിച്ചിട്ടില്ല. ഇവൻ ഇത് എവിടെ പോയി കിടക്കുക ദൈവമേ. മോളെ മോളെ ഇന്ദു, നീ ആ TV ഒന്ന് ഓഫ് ചെയ്തേ. എന്താ എന്താ അച്ഛാ? എടി നീ അതൊന്ന് ഓഫ് ചെയ്യേ. ശരി. എന്നിട്ട് രണ്ടുപേരും കൂടി ഇതൊന്ന് കാണ്. നോക്ക്. അമ്മേ, അയ്യോ, ഇതാ ജീവന്റെ അച്ഛല്ലേ? മഞ്ചാടി ഉണ്ടല്ലോ. അമ്മേ, ഈശ്വര, നമ്മുടെ ഗോകുലല്ലേ ആ പയ്യനെ തല്ലുന്നേ? എന്തിനാ അവനിങ്ങനെ ചെയ്യുന്നേ? അച്ഛ, ഇത് ജീവന്റെ അച്ഛല്ലേ? മഞ്ചാടി ഉണ്ടല്ലോ. ആ അതെ, അവള അവനെ തടയാൻ ശ്രമിക്കുന്നേ. ഇത് കണ്ടു നിന്ന ഫ്രണ്ട്സ് ആരോ എടുത്ത വീഡിയോ ആയിരിക്കണം. സച്ചേട്ടാ, നിങ്ങൾ ഗോകുലിനെ ഒന്ന് വിളിക്ക്. എന്തൊക്കെ ഭ്രാന്ത് അവനെ കാണിച്ചു കൂട്ടുന്നേ. ഇനി ആ പയ്യന് വല്ലതും പറ്റിയ ഗോകുല് സമാധാനം പറയണ്ടേ? സമാധാനം പറയലൊന്നുമല്ല, ജയിലിൽ പോയി കിടക്കേണ്ടി വരും അവൻ. ഈ വീഡിയോ എല്ലാം സോഷ്യൽ മീഡിയ വഴി പുറത്തായില്ലെങ്കിൽ അവന്റെ ഭാഗ്യമെന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ അവനെ ഒന്ന് വിളിക്ക് സച്ചേട്ടാ. എടി എന്തിനാ ഇനിയിപ്പോ വിളിച്ചിട്ട് എന്താ കാര്യം? ഇന്ന് പകല് നടന്ന സംഭവം ഇപ്പൊ രാത്രിയായി. അവൻ വരട്ടെ, ബാക്കി അന്നേരം ചോദിക്കാം. എന്റെ ഈശ്വര, എന്തൊക്കെ ഇവിടെ നടക്കുന്നേ? എന്തായിരിക്കും അച്ഛ ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവുക? മഞ്ചാടിയെ ജീവൻ രാജ് പുറകെ നടന്ന് ശല്യം ചെയ്യുന്ന കണ്ടിട്ട് ഗോകുലേട്ടൻ അവനെ അടിച്ചതായിരിക്കോ? എടി, ഈ മഞ്ചാടിയെ ജീവൻ രാജ് ശല്യം ചെയ്യുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? അവനെ രക്ഷിച്ചവളല്ലേ അവള്? അത് രണ്ടുപേരെ ഒരുമിച്ച് കണ്ടപ്പോ ഏട്ടൻ അങ്ങനെ തോന്നിയതായിരിക്കും അച്ഛ. അങ്ങനെയാവാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇതൊരു വല്ലാത്ത എടുത്തിയാട്ടായി പോയി. അവൻ വന്നെന്ന് തോന്നുന്നു. എന്താ അവന്റെ ഉദ്ദേശം ഒന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം. അമ്മ, ഇപ്പൊ അങ്ങോട്ട് പോണ്ട, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. വെറുതെ ചാടിക്കടിക്കാൻ പോകണ്ട. എന്തുണ്ടെന്ന് അച്ഛൻ ചോദിച്ചോളൂ. അതെന്താ എനിക്ക് ചോദിച്ചൂടെ? ഞാൻ അവന്റെ അമ്മയല്ലേ? എന്നാ പിന്നെ അവള് പോയി ചോദിക്കട്ടെ, എന്നിട്ട് അവന്റെ വായിരിക്കുന്ന മുഴുവൻ കേൾക്കട്ടെ അവള്. അച്ഛൻ പോവല്ലേ, ഇങ്ങ് വന്നേ, ഇവിടെ നിക്ക്. ഏട്ടനൊരു പ്രശ്നത്തിൽ പെട്ട് വരുമ്പോ അച്ഛനും അമ്മയും കൂടി ഇവിടെ മത്സരിക്കുവാണോ വേണ്ടേ? നീ എവിടെയായിരുന്നു എത്ര നേരം? ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്നില്ലേ 2 ദിവസം ഞാൻ കുറച്ച് ബിസി ആയിരിക്കുമെന്ന്. ഫ്രണ്ട്സിന്റെ കൂടെയുള്ള കറക്കമായിരുന്നു. ഒടുവിലൊരു ബിയർ കഴിച്ചാ പിരിഞ്ഞത്. നീ മഞ്ചാടിയെ കാണാൻ പോയിരുന്നോ ഗോകുലെ? ഞാൻ ആരെയും കാണാൻ പോയൊന്നുമില്ല. യാദൃശികമായിട്ട് ഞാൻ അവളെ കണ്ടിരുന്നു. നീ എവിടെ വെച്ചാ അവളെ കണ്ടത്? ആരുടെ കൂടെ അവളെ കണ്ടത്? അവന്റെ കൂടെ, ആ തിണ്ടിയുടെ കൂടെ. അവൾ അവന്റെ പേരിലുള്ള കേസ് പിൻവലിച്ചതേ അവന്റെ ഉപരിപഠനത്തിന് വേണ്ടിയൊന്നുമല്ല, 2 പേർക്കും കൂടെ പ്രേമിച്ച് നടക്കാൻ വേണ്ടിട്ടാ. അത് കൺമുമ്പിൽ കാണേണ്ടി വന്നപ്പോ എനിക്കത് സഹിച്ചില്ലച്ചാ. ഞാൻ അവനെ നല്ലോണം തല്ലി. എടാ, നാണമില്ലല്ലോടാ നിനക്ക്? അവൾക്ക് ഇഷ്ടമുള്ളവനെ മാത്രമേ അവള് സ്നേഹിക്കൂ, അവന്റെ കൂടെ നടക്കുകയും ചെയ്യും. അതിന് നിനക്കെന്താ? നിന്നെ വേണ്ടാത്തോളം നിനക്ക് വേണ്ടെന്ന് വെച്ചാ പോലെ. ഞാൻ വേണ്ടെന്ന് വെച്ചായിരുന്നില്ല അച്ഛാ. വീണ്ടും എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞ് പിന്നെ എന്റെ തലയെ കെട്ടിവെച്ചാരാ? അച്ഛനും അനന്തമാഷും ഒക്കെ തന്നെയല്ലേ? അവൾക്ക് എന്നെ താല്പര്യമില്ലെന്ന് അറിഞ്ഞപ്പോ ഞാൻ വേണ്ടാന്ന് വെച്ചതാ. വീണ്ടും ആ ജീവൻ രാജന്റെ വലയിൽ അവള് വീഴേണ്ടത് കരുതി മാത്രം. അതെ, ഞാനും കരുതിയത് അത് തന്നെയാ. അനന്തമാഷിന്റെ ഇളയ മോളെങ്കിലും രക്ഷപ്പെട്ടു പോകട്ടെ എന്ന് കരുതിയാ. അവനെതിരെയുള്ള കേസ് പിൻവലിക്കണമെങ്കിൽ അതിനു മുമ്പ് നീയും മഞ്ചാടിയും തമ്മിലുള്ള എൻഗേജ്മെന്റ് നടത്തണമെന്ന് ഞാൻ പറഞ്ഞത്. ഒന്നും വേണ്ടായിരുന്നു. അച്ഛാ, നമ്മൾ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞല്ലോ. ഞാൻ അവനെ തല്ലിയത് എന്നെ ചീറ്റ് ചെയ്ത വിഷമത്തിന്റെ കാര്യത്തിനൊന്നുമല്ല. എന്റെ അച്ഛനും അനന്തമാഷും ചേർന്നെടുത്ത തീരുമാനത്തിന് അവള് പുല്ലുവില കൽപ്പിച്ചോണ്ടാ. അച്ഛാ, ഇനി നമ്മൾ ആ ബന്ധത്തിനില്ലെന്ന് അച്ഛൻ അവരോടൊന്ന് വിളിച്ചു പറഞ്ഞേക്ക്.
ഏട്ടാ ഇവിടെ നിക്ക്. ജീവൻ രാജിനെ ഏട്ടനെ അടിക്കുന്ന വീഡിയോ ആരോ പുറത്തു വിട്ടിട്ടുണ്ട്. അത് ചിലപ്പോ വൈറലായേക്കും. എന്തെങ്കിലും ആകട്ടെ, ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. എടാ, ആ പയ്യൻ നീ അടിക്കുമ്പോ ഒന്ന് തടയാൻ പോലും ശ്രമിക്കുന്നില്ല. അവൻ നിന്നു കൊള്ളുമല്ലേ? പിന്നെ നീ എന്തിനാ ഇങ്ങനെ അവനെ തല്ലിയത്? അച്ഛ, അവൻ അത് നിന്നുകൊണ്ടത് അവന്റെ ബുദ്ധി. തിരിച്ചടിച്ച വീണ്ടും ജയിലിലേക്ക് പോണമെന്ന് അവനറിയാം. ഇനി അവനും അവളും കൂടെ ആ വീഡിയോ കാണിച്ച് എന്നെ ജയിലിൽ കയറ്റാനാണെങ്കിൽ അവരത് നടത്തട്ടെ അച്ഛാ. അതും കൂടെ ആയ എന്റെ എല്ലാ വിഷമവും മാറിക്കിട്ടും. എടാ ഗോകുല്, എടാ ഗോകുല്. ഏട്ടാ ഏട്ടാ നിക്ക്. എന്തൊക്കെ സ്വപ്നം കണ്ടതായിരുന്നു. അനന്തമാഷിന്റെ ഇളയ മകള് ഇത്രയ്ക്ക് മനസാക്ഷി ഇല്ലാത്തവളാണെന്ന് ഞാൻ കരുതിയില്ല. ആ മാഷ് ഇതൊക്കെ എങ്ങനെ സഹിക്കും? അതൊന്നും ഇനി നമ്മൾ നോക്കണ്ട. നമ്മുടെ തീരുമാനം നമ്മൾ തന്നെ മാഷിനെ അറിയിക്കും. നമ്മുടെ മകനെ വേണ്ടാത്തവള് ഇനി ദൈവത്തിന്റെ പുത്രിയാണെന്ന് പറഞ്ഞാലും നമുക്ക് വേണ്ട. നമ്മുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവാൻ വേണ്ടി ആ വീഡിയോ മഞ്ചാടി തന്നെ ആയിരിക്കും അച്ഛൻ അയച്ചെന്ന്. അയച്ചത് അവളുടെ ഫോണിൽ നിന്നല്ലെങ്കിലും അത് അവളുടെ അറിവോട് കൂടിയാണെന്നുള്ളതിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതിനകത്തൊരു സംശയവുമില്ല. ഇതുകൊണ്ട് അവള് അങ്ങോട്ട് ജയിക്കുന്നെങ്കിൽ ജയിക്കട്ടെ. അമ്മ അമ്മക്കറിയില്ലേ വിഷമിക്കില്ലേ? എന്തൊക്കെയാ മോളി നടക്കുന്ന? അമ്മ ഒന്ന് സമാധാനായിട്ടിരിക്കെ. അമ്മ അമ്മ വാ വാ അമ്മ വാ പറയട്ടെ വാ. വിനയ, നിനക്ക് ഒന്ന് കിടക്കാറായില്ലേടാ? സമയം ഇപ്പൊ എത്രയായെന്ന വിചാരം? സമയം ഇത്രയായിട്ടും അമ്മയും മാമനും എന്താ കിടക്കാത്തത്? നീ ഇങ്ങനെ പുറത്തിരിക്കുമ്പോ ഞങ്ങൾ എങ്ങനെയാ കിടന്നുറങ്ങുന്നത്? വാതിലടയ്ക്കാതെ കിടന്നാ എനിക്ക് ഉറക്കം വരില്ല. നീ എഴുന്നേറ്റ് വന്നേ. ഈ മാമന് ഇതെന്താ? മനുഷ്യന് ഒരു സമാധാനവും തരില്ലേ? നീ അല്ലേടാ ഞങ്ങൾക്ക് സമാധാനം തരാത്തെ. നീ ഇന്ന് പുറത്തു പോയി വന്നേ പിന്നെ ഒരക്ഷരം എന്നോടോ മാമനോടോ മിണ്ടിയിട്ടുണ്ടോ?